भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
അലിയാ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാ, ഭാഗവതത്തിൽ അലിയാ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം. ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാ, ഭാഗവതത്തിൽ അലിയാ. ഭാഗവതത്തിൽ അലിയാ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശം അനിശം ഹൃദി ഭാവയാമി. പൊന്നുഗുരുവായൂരപ്പൻ്റെ കൃപാകടാക്ഷങ്ങളെ കൊണ്ട് ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 740 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധത്തിലെ 1-ാമത്തെ അധ്യായത്തിൽ 8-ാമത്തെ ശ്ലോകം മുതലാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കാൻ തുടങ്ങുന്നത്. കഴിഞ്ഞ ദിവസം 7 ശ്ലോകങ്ങൾ, അതിൽ ഏകാദശ സ്കന്ധ സാരം അത് വളരെ ചുരുക്കി പറഞ്ഞു ശ്രീ ശിവബ്രഹ്മർഷി. ഭഗവാൻ സ്വധാമത്തിലേക്ക് തിരിച്ചുപോയി അവതാരോദ്ദേശങ്ങളൊക്കെ പൂർത്തിയാക്കി ദേവന്മാരെ മുഴുവൻ, ആ യാദവന്മാരായി മാറിയ ദേവന്മാരെ മുഴുവൻ പരസ്പരം യുദ്ധത്തിലൂടെ അവരെയും ഇല്ലാതെയാക്കി ഭഗവാൻ സ്വധാമത്തിലേക്ക്, സ്വകാരണത്തിലേക്ക് ചേർന്നു എന്ന് പറഞ്ഞു. ഏതുപോലെ ഒരു നാടകം കഴിഞ്ഞാൽ നടൻ എങ്ങനെയാണോ തൻ്റെ വേഷം അഴിച്ചു വെക്കുന്നത്, അതേപോലെ യഥാ നടഹ ഭഗവാൻ സ്വധാമത്തിലേക്ക്, വൈകുണ്ഠത്തിലേക്ക് തിരിച്ചുപോയി. പരീക്ഷിത്ത് ഇങ്ങനെ ചുരുക്കി കേട്ടാ പോരാ, വിസ്തരിച്ചു കേൾക്കണം എന്നുള്ള മോഹത്തോടു കൂടി പരീക്ഷിത്ത് പറയുകയാണ്, ബ്രഹ്മണ്യാനാം വദാന്യാനാം നിത്യം വൃദ്ധോപസേവിനാം വിപ്രശാപ കഥമഭൂൽ വൃഷ്ണീനാം കൃഷ്ണചേതസാം. പരീക്ഷത്തിന് വലിയ അത്ഭുതമായി ചോദിക്കുകയാണ്, ബ്രഹ്മണ്യാനാം വദാന്യാനാം, ബ്രാഹ്മണ ഭക്തരും ദാനശീലരും നിത്യം വൃദ്ധോപസേവിനാം, എല്ലാ സമയത്തും വൃദ്ധന്മാരെ, ജ്ഞാനവൃദ്ധന്മാരെ, അറിവുള്ളവരെ ആശ്രയിക്കുന്നവരുമായിരിക്കുന്ന കൃഷ്ണചേതസാം, ശ്രീകൃഷ്ണനിൽ സമർപ്പിക്കപ്പെട്ട മനസ്സോടുകൂടിയ വൃഷ്ണീനാം, വൃഷ്ണികൾക്ക് വിപ്രശാപ, ബ്രാഹ്മണശാപം കഥമഭൂത്, എങ്ങനെയുണ്ടായി? ബ്രാഹ്മണശാപം കൊണ്ടാണ് ഭഗവാൻ യാദവകുലത്തെ സംഹരിച്ചത് എന്ന് കേട്ടപ്പോൾ അത് വിസ്തരിച്ചു കേൾക്കാനുള്ള ആഗ്രഹത്തോടു കൂടിയാണ് പരീക്ഷിത്ത് ഈ ഒരു ചോദ്യം ചോദിക്കുന്നത്. വൃഷ്ണികൾക്ക് ബ്രാഹ്മണശാപം എങ്ങനെയുണ്ടായി? യാതൊരു സാധ്യതയില്ല. കാരണം അവർ എന്നും ഭഗവൽ
ഭക്തന്മാരാണ്, ബ്രാഹ്മണ ഭക്തന്മാരാണ്. ഇപ്പൊ ബ്രാഹ്മണ ഭക്തി ഇല്ലാത്ത ആളുകൾക്ക് അവരിൽ നിന്നും ശാപം കിട്ടിയെന്ന് വരാം. എന്നാൽ ഭക്തന്മാരെ എങ്ങനെ ബ്രാഹ്മണര് ശപിക്കും? വൃഷ്ടികൾ ബ്രാഹ്മണ ഭക്തിക്ക് പേരും പ്രശസ്തിയും നേടിയ ആളുകളാണ്. ബ്രാഹ്മണർക്ക് വേണ്ടുന്നത് കൊടുക്കാൻ, ദാനധർമാദികൾ ചെയ്യാൻ ഒരു മടിയുമില്ലാത്തവരാണ്. അപ്പൊ അതുകൊണ്ട് വാസുദേവ ഭക്താനാമശുഭം വിദ്യതേ ക്വചിൽ. വാസുദേവ ഭക്തന്മാർക്ക്, ശ്രീകൃഷ്ണ ഭക്തന്മാർക്ക് ഒരിക്കലും അശുഭം ഉണ്ടാവില്ലല്ലോ. എങ്ങനെയാണ് ഇവർക്ക് ഈ ബ്രാഹ്മണ ശാപം ഉണ്ടായത്? യന്നിമിത്ത സവൈശാപോയാദൃശോ ദ്വിജസംതമ കഥമേകാത്മനാം ഭേദ ഏതൽ സർവം വദസ്വമേ. വദസ്വമേ, എന്നോട് പറയണേ, എനിക്കായിക്കൊണ്ട് പറഞ്ഞു തരണേ. എന്താ? ഹേ ദ്വിജശ്രേഷ്ഠ, സ ശാപഃ, ആ ശാപം യന്നിമിത്ത, എന്ത് കാരണം കൊണ്ടാണ്? യാദൃശ, ഏതു തരത്തിലുള്ള ശാപമാണ്? ഏകാത്മനാം ഭേദ കഥം, ഒന്നിൽ മാത്രം മനസ്സ് വെച്ചിരിക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണ് ഈ ഭേദബുദ്ധി ഉണ്ടായത്? ഏതത് സർവം മേ വദസ്വ, ഇത് മുഴുവൻ എനിക്കായി പറഞ്ഞു തരണേ. കാരണം സർവത്ര സമദർശികളാണ്, എല്ലാവരെയും ഒരുപോലെ കാണുന്ന ആളുകളാണ് ബ്രാഹ്മണര്. അങ്ങനെയുള്ള ആളുകൾക്ക് എങ്ങനെയാണ് ഒരു ഭേദബുദ്ധി ഉണ്ടായത്? അവർക്ക് എങ്ങനെ ശപിക്കാൻ തോന്നി? തന്നിൽ നിന്ന് ഭിന്നമായി ഒന്നുമില്ല എന്ന് കരുതുന്ന ജ്ഞാനികൾക്ക് ശാപം എന്ന ഒരു ഭാവം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. അങ്ങ് സർവജ്ഞനാണ്. അതുകൊണ്ട് ഹേ ദ്വിജസത്തമ, ദ്വിജശ്രേഷ്ഠനായിരിക്കുന്ന ശ്രീശുബ്രഹ്മർഷേ, ഇതിന് എൻ്റെ ഈ സംശയത്തെ ഇല്ലായ്മ ചെയ്യാൻ ഇത് മുഴുവൻ എനിക്ക് പറഞ്ഞു തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ശ്രീശുബ്രഹ്മർഷി പറയാനായിട്ട് ആരംഭിക്കുന്നു. ബിഭ്രദ്വപു സകല സുന്ദര സന്നിവേശം കർമാചരൻ ഭുവി സുമംഗളമാപ്തകാമ ആസ്ഥായ ധാമരമമാണ ഉദാരകീർത്തി സംഹർത്തുമൈച്ഛതകുലം സ്ഥിതകൃത്യശേഷ. സകല സുന്ദര സന്നിവേശം, സകല അവയവങ്ങളിലും പരിപൂർണ സൗന്ദര്യത്തെ പ്രകാശിപ്പിക്കുന്ന സ്വരൂപം സ്വീകരിച്ച ഭഗവാൻ ശ്രീകൃഷ്ണൻ. സൗന്ദര്യോത്തരതോപി സുന്ദരതരം ത്വദ്രൂപം ആശ്ചര്യതോപ്യാശ്ചര്യം ഭുവനേന കസ്യ കുതുകം പുഷ്ണാദി വിഷ്ണോ വിഭോ എന്ന് പട്ടേരിപ്പാട് പാടുന്ന ആ ഭഗവത് ചൈതന്യം ആ ശരീരത്തെ ഭരിച്ചും കൊണ്ട് ഭുവി ധാമ ആസ്ഥായ, ആ ശരീരത്തെ സ്വീകരിച്ചിട്ട് തൻ്റെ ധാമം ദ്വാരക എന്നുള്ള സ്ഥാനത്തെ ആ തൻ്റെ വാസസ്ഥാനമാക്കിയിട്ട് അധിവസിച്ചിട്ട് സുമംഗളം കർമ്മ, ഏറ്റവും ശോഭനമായ കർമ്മത്തെ ആചരിച്ചിട്ട് രമമാണഹ, ക്രീഡിക്കുന്നവനും ഉദാരകീർത്തി, സകല പുരുഷാർത്ഥങ്ങളെയും നൽകുന്ന ഉത്കൃഷ്ടമായ ഉദാരമായ കീർത്തിയോടുകൂടിയവനുമായ ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്ഥിതകൃത്യശേഷ, ചെയ്യേണ്ടതായിട്ടുള്ള ഭൂമിയുടെ ഭാരത്തെ ഇല്ലാതെയാക്കുക എന്നുള്ള പ്രവൃത്തി അതിൽ കുറച്ചുകൂടി ബാക്കിയുണ്ട് എന്ന് വിചാരിച്ച് ആപ്തകാമഹ ഈശ്വര, ആപ്തകാമനായ ഈശ്വരൻ ഭഗവാൻ കുലം സംഹർത്തും ഐച്ഛത, തൻ്റെ കുലത്തെ നശിപ്പിക്കാനായിട്ട് ഭഗവാൻ തീർച്ചപ്പെടുത്തി. അതിനെ സംഹരിക്കണമെന്ന് ഭഗവാൻ തീർച്ചപ്പെടുത്തി. സർവാന്തര്യാമിയായിരിക്കുന്ന ഭഗവാൻ ലോകമംഗളം, ലോകസംഗ്രഹം, അതിനുവേണ്ടിയാണ് ഈ ലീലാമാനുഷ വേഷം കെട്ടിയാടുന്നത്. ലോകത്തെ അനുഗ്രഹിക്കുക, മംഗളകർമ്മങ്ങൾ അനുഷ്ഠിച്ച് ഗൃഹസ്ഥാശ്രമികളെ അവരുടെ ധർമ്മത്തെ പരിപാലിക്കാൻ വേണ്ടത് ചെയ്തു കൊടുക്കുക. യദുകുലത്തിൽ ഭഗവാൻ ഗൃഹസ്ഥാശ്രമിയായിരുന്ന ഈ ലീലകളൊക്കെ ആടിയത് ഒരു ഗൃഹസ്ഥാശ്രമി എങ്ങനെ വേണം ജീവിതത്തെ നോക്കിക്കാണാൻ എന്ന് കാണിക്കുകയാണ്. അങ്ങനെ ഉദാരകീർത്തി സമ്പാദിച്ച ഭഗവാൻ അവതാരകാര്യമായ ഭൂമിയുടെ ഭാരത്തെ ഇല്ലാതെയാക്കുക എന്നുള്ളത് പൂർണ്ണമായും പൂർത്തിയായിട്ടില്ല എന്ന് ഭഗവാൻ മനസ്സിലായി. തൻ്റെ കുലത്തെയും സംഹരിക്കണം, എല്ലാം സാധിക്കുന്ന, അതുകൊണ്ടാണ് ആപ്തകാമഹ ഈശ്വര, ആപ്തകാമനായ എല്ലാം സാധിച്ചിരിക്കുന്ന ഭഗവാന് ഒന്നും പ്രത്യേകമായിട്ട് സാധിക്കേണ്ടതില്ല. ലോകത്തെ അനുഗ്രഹിക്കാൻ വേണ്ടി ഭഗവാൻ കർമ്മം ചെയ്യുന്നു എന്നല്ല, ലീലയാടുന്നു. ഭഗവാൻ ഒരു കളിക്കുകയാണ്. അങ്ങനെ ഈശ്വര സങ്കല്പം അനുസരിച്ച് എല്ലാം ഉണ്ടാവും.
പ്രാണികളുടെ സൽക്കർമ്മ ദുഷ്കർമ്മ ഫലങ്ങൾ അനുസരിച്ച് ഈശ്വരൻ അവർക്ക് കർമാനുസരണം കൽപ്പിക്കുകയും സങ്കല്പാനുസരണം കാര്യങ്ങൾ ഭവിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ഈശ്വരന്റെ സങ്കല്പ സാമർഥ്യം കൊണ്ട് കാരണമുണ്ടായി. ഭഗവാന്റെ സങ്കല്പം ഒന്നുകൊണ്ട് മാത്രമാണ് യദുകുലത്തിലെ ഈ ആളുകൾക്ക് ശാപമുണ്ടായത്. അവരുടെ മനസ്സിൽ അവിനീതാവിനീതവൽ എന്ന രീതിയിൽ ഒട്ടും ഉള്ളിൽ വിനയമില്ലാതെ വിനയമുള്ളവരെ പോലെ പെരുമാറാൻ അവർക്ക് തോന്നിയതിന് കാരണം ഭഗവാന്റെ സങ്കല്പമാണെന്നാണ്. യാദവ് കുലം നശിക്കണമെന്ന് ഭഗവാൻ സങ്കല്പിച്ചു. പിന്നെ അത് മാറ്റാൻ ആരെ കൊണ്ടെങ്കിലും സാധിക്കുമോ? എന്നാൽ ഭഗവാൻ അതിന് ഒരു കാരണം ഉണ്ടാക്കി. സജ്ജനങ്ങളെ ഇതുപോലെ അപമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് അധപ്പതനമുണ്ടാവും എന്ന് കാണിക്കുക കൂടി ചെയ്തു. അല്ലെങ്കിൽ ഭഗവാൻ യാദവ് കുലത്തെ ഇല്ലാതെയാക്കാൻ തൻ്റെ സങ്കല്പമാത്രയിൽ സാധിക്കുന്ന ആളാണ്. എങ്കിലും അങ്ങനെയല്ല ചെയ്തത്. കർമാണി പുണ്യനിവഹാനി സുമംഗളാനി ഗായ ജഗത് കലിമലാപഹരാണി കൃത്വാ കാലാത്മനാ നിവസതായതു ദേവഗേഹേ പിണ്ഡാരകം സമഗമൻ മുനയോ നിസൃഷ്ട. പുണ്യനിവഹാനി, പുണ്യങ്ങളെ ജനിപ്പിക്കുന്ന, സുമംഗളാനി, ഏറ്റവും മംഗളകരമായിരിക്കുന്ന, ഗായ ജഗത് കലിമലാപഹരാണി, കീർത്തിക്കുന്ന ജനങ്ങളുടെ കലിദോഷങ്ങളെ ഇല്ലാതെയാക്കുന്ന, കർമാണി കൃത്വ, കർമ്മങ്ങളെ ആ ലീലകളൊക്കെ ചെയ്തിട്ടും, യദുദേവഗേഹേ, യദുക്കളുടെ കൂട്ടത്തിൽ വെച്ച് ശ്രേഷ്ഠനായ ആ വസുദേവരുടെ ഗൃഹത്തിൽ കാലാത്മന സംഹാരസ്വരൂപനായിട്ട് നിവസത ഇരിക്കുന്ന ഭഗവാനാൽ നിസൃഷ്ട പുറപ്പെടുവിക്കപ്പെട്ട മുനികൾ പിണ്ഡാരകം എന്ന തീർത്ഥസ്ഥാനത്തിലേക്ക് എത്തിച്ചേർന്നു. വസുദേവരുടെ ഗൃഹത്തിലാണ് ഭഗവാൻ, സംഹാരസ്വരൂപനായിരിക്കുന്ന ഭഗവാൻ. ആ ഭഗവാന്റെ ലീലകൾ കീർത്തിക്കുന്ന സകല ആളുകളുടെയും പാപങ്ങളെ, കലിമലങ്ങളെ ഇല്ലാതെയാക്കുന്നതാണ്. അങ്ങനെയുള്ള ആ ഭഗവാൻ പുണ്യസമൂഹങ്ങൾ ഉണ്ടാക്കാൻ യോഗ്യതയുള്ള ഋഷീശ്വരന്മാരുണ്ട്. അവരെ ഭഗവാൻ അവിടേക്ക് വിളിച്ചു വരുത്തി, കർമ്മങ്ങളൊക്കെ ചെയ്യിപ്പിച്ചു. അതിനുശേഷം അത് പൂർത്തിയായി അവർക്ക് ദക്ഷിണാദികളൊക്കെ കൊടുത്ത് ബഹുമാനിച്ച് അവരെ യാത്ര അയച്ചു. തൻ്റെ സങ്കല്പസാധ്യത്തിന് ഇവരെ ഭഗവാൻ പ്രേരിപ്പിച്ചു. അതുകൊണ്ടാണ് ദ്വാരകയിൽ നിന്നും പുറപ്പെട്ട ഇവര് പിണ്ഡാരകം എന്ന തീർത്ഥ സ്നാനം ചെയ്യുന്ന തീർത്ഥ ഘട്ടത്തിലേക്ക് അവരെത്തിച്ചേർന്നത്. അങ്ങനെ തീർത്ഥസ്ഥലത്ത് അവരെത്തി. ദ്വാരകയുടെ കിഴക്ക് വടക്ക് ഭാഗത്താണ് പിണ്ഡാരകം എന്ന തീർത്ഥം എന്നാണ്. ഭഗവാൻ ചെയ്യിച്ച യാഗാദികളായിട്ടുള്ള ശ്രേഷ്ഠ കർമ്മങ്ങൾ അത് സകല പാപങ്ങളും തീർത്ത ഉത്തമ പുരുഷാർത്ഥമായ പരമപുരുഷാർത്ഥമായ മോക്ഷത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നതാണ്. അങ്ങനെ ചെയ്യിച്ചത് ഭഗവാൻ, ചെയ്തവരെ പരമജ്ഞാനികളായിട്ടുള്ള മഹർഷിമാര്. അങ്ങനെ ആ കർമ്മങ്ങൾക്ക് എത്രയാണ് വൈഭവം എന്ന് പറഞ്ഞാൽ തീരില്ല. എങ്കിൽ പോലും സ്വാർത്ഥത്തിൽ താല്പര്യമില്ലാത്ത ലോകാനുഗ്രഹത്തിനായി സഞ്ചരിക്കുന്ന തീർത്ഥങ്ങളെ പോലെ നടക്കുന്ന ആ ഋഷീശ്വരന്മാര് യാഗാദി കർമ്മങ്ങൾ നടത്തണമെന്ന് ഭഗവാൻ കാണിച്ചത് എന്തിനു വേണ്ടിയിട്ടാ? ഒന്നിലും താല്പര്യമില്ലാതെ ജീവിക്കുകയാണ് വേണ്ടതെങ്കിലും ലോകഹിതത്തിനായി പല കർമ്മങ്ങളും നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും എന്നാണ്. അതാണ് സജ്ജനങ്ങളുടെ സ്വഭാവം. അവരിതിൽ നിന്ന് ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല, അവരതിൽ നിന്നൊരു ഫലം മോഹിച്ചിട്ടല്ല, അവർ ഭഗവാനെ ആശ്രയിക്കുന്നു എന്ന ഭാവത്തിലാണ് ഈ പ്രവർത്തികൾ മുഴുവൻ ചെയ്യണത്. ഭഗവാൻ പറഞ്ഞു, തങ്ങൾ ചെയ്തു. അങ്ങനെ അവര് പിണ്ഡാരകം എന്ന തീർത്ഥത്തിലേക്ക് എത്തിച്ചേർന്നു. ആരൊക്കെയാണ് അവരെ പ്രധാനപ്പെട്ട ആളുകൾ എന്ന് കാണിക്കുന്നു. വിശ്വാമിത്രോസിത കണ്ണോ ദുർവാസാ ഭൃഗുരംഗിര കശ്യപോ വാമദേവോ ത്രിർവസിഷ്ഠോ നാരദാദയ. വിശ്വാമിത്രൻ, അസിതൻ, കണ്വൻ, ദുർവാസസ്, ഭൃഗു, അങ്കിരസ്, കശ്യപൻ, വാമദേവൻ, അത്രി, വസിഷ്ഠൻ, നാരദൻ തുടങ്ങിയവർ 11 പേരുടെ പേര് പറഞ്ഞു. പിന്നെ ഇങ്ങനെയുള്ള നിരവധി ആളുകൾ, ഇവരാണ് ദ്വാരകയിൽ വന്ന കർമ്മങ്ങളൊക്കെ ചെയ്തത്. ഇവരൊക്കെ ഭഗവാന്റെ നിർദ്ദേശം, ഭഗവാന്റെ പ്രേരണ, ഭഗവാന്റെ സങ്കല്പം അവരുടെ ഉള്ളിൽ അങ്ങനെ തോന്നി, നമുക്ക് പിണ്ഡാരകത്തിലേക്ക് പോകണം എന്ന് അവർക്ക് തോന്നി. ഇവര് പിണ്ഡാരകത്തിലേക്ക് പോയി എങ്കിലും
ഇനി ശാപത്തിന് കാരണം ഒരു പ്രവൃത്തി വേണം. അതിന് യാദവ ബാലന്മാരെയും ഭഗവാൻ പ്രേരിപ്പിച്ചു. മഹർഷിമാര് മാത്രമല്ല പോയത്, ഭഗവാന്റെ മക്കളും ഈ പിണ്ടാരക തീർത്ഥത്തിലേക്ക് പോയി. ക്രീഡന്തസ്ഥാനുപവ്രജ്യ കുമാരായതുനന്ദന ഉപസംഗൃഹ്യ പപ്രക്ഷുരവിനീതാവിനീതവൽ. ക്രീഡന്ത യദുനന്ദന കുമാര, കളിക്കുന്ന ആ യദുകുലത്തെ ആനന്ദിപ്പിക്കുന്ന കുമാരന്മാർ, ഭഗവാന്റെ മക്കള്. താൻ ഉപവ്രജ്യ, അവരെ സമീപത്ത് ചെന്ന് ഉപസംഗൃഹ്യ, നമസ്കരിച്ചിട്ട് അവിനീതാവിനീതവൽപപ്രച്ചു, ഒട്ടും തന്നെ ഉള്ളിൽ വിനയമില്ലാത്തവരാണെങ്കിലും വിനയമുള്ളവരെ പോലെ വിനീതരായി ചോദിക്കുകയാണ്. യാദവകുമാരന്മാരെ പിണ്ടാരക തീർത്ഥത്തിൽ മഹർഷിമാരുടെ സമീപത്ത് നിന്ന് പല കളികളും കളിച്ചുകൊണ്ടിരിക്കും. ഒരു നേരം പോക്ക്, അത്രയേ ഉള്ളൂ. ഉള്ളിൽ ലവലേശം മഹർഷിമാരോട് വിനയമില്ല, പുറത്തേക്ക് വലിയ വിനയം കാണിച്ചു. ഇത്തരത്തിലുള്ള യദുകുല കുമാരന്മാര് നമ്മുടെ മനസ്സിലുമുണ്ട്, ഇല്ലേ? ചില ആളുകളെ കാണുമ്പോൾ നമ്മൾ ഗംഭീരായിട്ട് തൊഴും, നമസ്കരിക്കും, നിങ്ങളുടെ ജന്മം ധന്യം എന്നൊക്കെ പറയും. പക്ഷേ അവരങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഉള്ളിൽ എന്താ വിചാരം, പിന്നെ ഇവനെയൊക്കെ ഞാൻ നമസ്കരിക്കേണ്ട ഗതികേടുണ്ടായില്ലോ എന്നൊക്കെ തോന്നും ആളുകൾക്ക്. ഇപ്പൊ വിനയാദി സദ്ഗുണ സമ്പന്നരന്മാരായിരുന്ന കുമാരന്മാരുടെ സ്വഭാവം ദുഷിച്ചു. അതിന് കാരണം എന്താ? അതും ഭഗവാന്റെ സങ്കല്പം തന്നെ. യദുനന്ദനാഹ, ആ യദുകുല കുമാരന്മാര് ഭഗവാന്റെ സങ്കല്പമനുസരിച്ച് തന്നെ ഇങ്ങനെ ചെയ്യേണ്ടി വന്നു അവർക്ക്. തേ വേഷയിത്വാ സ്ത്രീവേഷൈ സാംബം ജാംബവതീ സുതം ഏഷാ പൃച്ഛതി വോ വിപ്ര അന്തർവജ്ഞസിതേക്ഷണ. ഇവര് ചെന്നിട്ട് ഈ വിനയമില്ലാതെ എന്താ ചെയ്തത് എന്നാണെങ്കിൽ, യദുകുമാരന്മാര് ജാംബവതീ സുതം, ജാംബവതിയുടെ പുത്രനായ സാംബനെ സ്ത്രീവേഷം കൊണ്ട് വേഷം കെട്ടിച്ചിട്ട്, സ്ത്രീയുടെ പോലെ, ഒരു ഗർഭിണിയെ പോലെ വേഷം കെട്ടിച്ചിട്ട് ചോദിക്കുകയാണ്, വിപ്ര അന്തർവഗ്നി, ബ്രാഹ്മണരെ ഗർഭിണിയായ ഏഷാ അസിതേക്ഷണ, ഈ സുന്ദരി വാ പൃച്ഛതി, നിങ്ങളോട് ചോദിക്കുന്നു. ജാംബവതിയുടെ പുത്രനായ സാംബനെ സ്ത്രീവേഷം കെട്ടിച്ച് ഗർഭിണിയെ പോലെ മുമ്പിൽ ഇങ്ങനെ നടത്തിച്ചിട്ട്, സജ്ജനങ്ങൾ പറയാറുണ്ട്, ഒരു മരത്തിന്റെ ഒരു ഭാഗത്ത് ഒതുക്കി നിർത്തിയത്രേ. എന്നിട്ട് മറ്റുള്ളവര് ചെന്ന് ചോദിക്കുകയാണ്, ദാ സ്ത്രീ നിങ്ങളുടെ അടുത്ത്, നിങ്ങളെ സർവജ്ഞന്മാരാണല്ലോ, നിങ്ങളുടെ അടുത്തൊരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, ഗർഭിണിയായ സുന്ദരി. ഇപ്പോ പ്രഷ്ടും വിലജ്ജതി സാക്ഷാൽ പ്രബ്രൂതാമോഘ ദർശന പ്രസോഷ്യന്തി പുത്രകാമ കിംസിൽ സഞ്ജനയിഷ്യതി. സാക്ഷാൽ പ്രഷ്ടും, നേരിട്ട് ചോദിക്കാൻ, വിലജ്ജതി, നാണുണ്ട് ഈ പെൺകുട്ടിക്ക്, പ്രസോഷ്യന്തി, പ്രസവം അടുത്തിരിക്കുകയാണ്, പുത്രകാമ, പുത്രൻ ഉണ്ടാവണമെന്നാണ് ആഗ്രഹിക്കുന്നത്, കിംസിൽ സഞ്ജനയിഷ്യതി, എന്തിനെ ജനിപ്പിക്കും എന്ന് ചോദിക്കുന്നു. അമോഘദർശന യൂയം പ്രബ്രൂത, വ്യർത്ഥമല്ലാത്ത ദർശനത്തോടുകൂടിയ നിങ്ങൾ പറയണേ. എല്ലാ കാര്യങ്ങളും പ്രത്യക്ഷമായി കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ത്രികാലജ്ഞാനികളാണല്ലോ. പരിപൂർണ ഗർഭിണിയാണ് ഈ പെൺകുട്ടി, പക്ഷേ അവൾക്ക് നാണം കാരണം നിങ്ങളുടെ അടുത്ത് നേരിട്ട് വന്ന് ചോദിക്കാൻ സാധിക്കണില്ല. ഒരു മകൻ ഉണ്ടാവണമെന്നാണ് മോഹം, എന്താണ് ഉണ്ടാവുക? ഭഗവാന്റെ പുത്രനായ സാംബന് മഹർഷിമാരോട് ഇങ്ങനൊരു ലാഘവം തോന്നിയത് തന്നെ ഭഗവാന്റെ പ്രേരണയാണ്, സംശയമില്ല, അല്ലേ? ഏവം പ്രലബ്ധാമുനയസ്ഥാനൂചു കുപിതാ നൃപ ജനയിഷ്യതി വോ മന്ദ മുസലം കുലനാശനം. ഏവം പ്രലബ്ധ കുപിത, ഇങ്ങനെ പരിഹസിക്കപ്പെട്ട മഹർഷിമാരെ, അവർക്ക് മനസ്സിലായി ഇത് കളിയാക്കാണ്, നമ്മളെ കളിയാക്കുകയാണ്. പരീക്ഷിത്തെ, ഹേ നൃപ, രാജാവേ, മുനികള് മന്ദ, ബുദ്ധിയില്ലാത്തവരെ, വാ കുലനാശനം, നിങ്ങളുടെ കുലത്തെ നശിപ്പിക്കുന്ന, മുസലം ജനയിഷ്യതി, ഉലക്കയെ ജനിപ്പിക്കും എന്ന് അവരോട് താൻ ഊച്ചു, അവരോട് പറഞ്ഞു എന്നാണ്. യദുബാലന്മാര് തങ്ങളെ പരിഹസിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന് മഹർഷിമാർക്ക് അപ്പൊ തന്നെ മനസ്സിലായി. വെറുതെയല്ല, അവര് ത്രികാലജ്ഞാനികളാണെന്ന് പറഞ്ഞത് അവർക്കറിയാം.
മുമ്പ് നടന്നതിനെക്കുറിച്ചും ഇനി നടക്കാൻ പോകുന്നതിനെക്കുറിച്ചും ഇപ്പോൾ നടക്കുന്നതിനെക്കുറിച്ചും ഒക്കെ അറിയുന്ന ആളുകളാണ് അവർ പറഞ്ഞു, നിങ്ങൾ ബുദ്ധിയില്ലാത്ത നിങ്ങളുടെ കുലത്തെ നശിപ്പിക്കാനുള്ള ഒരു ഇരുമ്പൊലയ്ക്ക ഉണ്ടാവും, മുസലം കുലനാശനം. തച്ഛുത്വാതേതി സന്ത്രസ്താ വിമുച്യ സഹസോദരം സാംബസ്യ ദദൃശുസ്തസ്മിൻ മുസലം ഖല്വയസ്മയം. തേ തച്ഛുത്വാ, അവരത് കേട്ടിട്ട് അതിസന്ത്രസ്ത, ഭയപ്പെട്ടു പോയി. സഹസാ സാംബസ്യ ഉദരം വിമുച്യ, ഉടനെ തന്നെ സാമ്പന്റെ വയറിനെ അഴിച്ചു നോക്കിയപ്പോ, അല്ലെങ്കിൽ വയറിൽ കെട്ടിയ ആ തുണിയൊക്കെ അഴിച്ചു നോക്കിയപ്പോ, തസ്മിൻ അയസ്മയം മുസലം ഖലു ദദൃശു, ഇരുമ്പ് കൊണ്ടുള്ള ഉലക്കയെ തന്നെ, ഒരു നീണ്ട ഇരുമ്പ് കഷ്ണം അതിൻ്റെ ഉള്ളില് കണ്ടു. ഭഗവാന്റെ സങ്കല്പം ഭക്തന്മാർ വഴി പ്രകാശിപ്പിക്കപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഭക്തനും ഭഗവാനും ഒന്ന് തന്നെയാണ്, അല്ലേ? ജ്ഞാനീത്വാത്മൈവമേ മതം, ജ്ഞാനി എൻ്റെ ആത്മാവാണ് എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ അർജുനന് ഉപദേശിക്കുന്നുണ്ട്. ഇത്ര വേഗത്തിൽ വസ്താന്തർഭാഗത്ത് ഇരുമ്പ് കഷ്ണം എങ്ങനെ വന്നു? പ്രകൃതി പുരുഷന്മാരില്ലാത്ത സ്ഥാനം ഒരു സ്ഥലത്തുമില്ല, ഭഗവാനില്ലാത്ത ഒരു സ്ഥലവും ഇല്ല. സങ്കല്പമാത്രയിൽ ബ്രഹ്മാണ്ഡം തന്നെ സൃഷ്ടിക്കുന്ന ഭഗവാൻ ഒരു ഇരുമ്പൊലയ്ക്ക് സൃഷ്ടിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? അങ്ങനെ കിം കൃതം മന്ദഭാഗ്യേർന കിം വദിഷ്യന്തി നോ ജന ഇതി വിഹ്വലിതാ ഗേഹാനാദായ മുസലം യയു. മന്ദഭാഗ്യൈ നാ കിം കൃതം, ഭാഗ്യമില്ലാത്ത നമ്മൾ എന്താ ഇപ്പൊ ചെയ്തത്? ജനങ്ങൾ നമ്മളെക്കുറിച്ച് എന്താ ഇനി പറയാൻ പോണത്? ജനാഹ നാ കിം വദിഷ്യന്തി ഇതി വിഹ്വലിത, ഇങ്ങനെ വിഷമിച്ചിട്ട് മുസലം ആദായ, ആ ഇരുമ്പൊലൊക്കെ എടുത്ത് ഗേഹാൻ യയു, അവരവരുടെ ഗൃഹത്തിലേക്ക് തിരിച്ചുപോയി. നമ്മൾ ചെയ്തത് വലിയ തെറ്റായി പോയി. ഇനി മനുഷ്യര്, ജനങ്ങൾ നമ്മളോട് എന്തു പറയും? വലിയ കഷ്ടായി. തച്ചോപനീയ സദസീ പരിമ്ലാന മുഖശ്രിയ രാജ്ഞ ആവേദയാംശ്ചക്രു സർവയാദവ സന്നിധവും. അവര് ആ ഇരുമ്പുലക്കയെ സദസ്സിൽ കൊണ്ടുവന്നിട്ട് പരിമ്ലാന മുഖശ്രിയ, വാടിയ മുഖകാന്തിയോടുകൂടിയവരായ യാദവന്മാര്, സർവയാദവ സന്നിധവും, സകല യാദവന്മാരുടെയും മുമ്പാകെ രാജ്ഞെ ആവേദയാംശ്ചക്രു, രാജാവിനോട് പറഞ്ഞു. ഉണ്ടായ കാര്യങ്ങളൊക്കെ ഉഗ്രസേന മഹാരാജാവിൻ്റെ അടുത്ത് പറയുകയാണ്, എല്ലാവരും നിറഞ്ഞിരിക്കുന്ന യാദവ സഭയിൽ വെച്ച്. ശ്രുത്വാമോഘം വിപ്രശാപം ദൃഷ്ട്വാച മുസലം നൃപാ വിസ്മിതാ ഭയസന്ത്രസ്ത ബഭൂവൃദ്വാരകൗകസ. അമോഘം വിപ്രശാപം, ഒരിക്കലും നിഷ്ഫലമാകാത്ത ബ്രാഹ്മണ ശാപത്തെ കേട്ടിട്ടും, മുസലം ദൃഷ്ട്വാച, ആ ഉലക്കയെ കാണുകയും ചെയ്തിട്ടും, പരീക്ഷിത്തെ ദ്വാരകൗകസ, ദ്വാരകാവാസികൾ ആശ്ചര്യപ്പെട്ടവരായി, ഭയന്ന് വിറച്ചവരായി ബഭൂവു, മാറിയെന്നാണ്. യാദവന്മാരുടെ അത്ഭുതവും ഭയവും, അത് കാരണം അവർക്ക് എന്താ ചെയ്യേണ്ടത് ഇഷ്ടമില്ലാതെയായി. ശാപം എങ്ങനെയായാലും ഫലിക്കും, കാരണം മഹർഷിമാരാണ് ശപിച്ചേക്കണത്. ബ്രാഹ്മണ ശാപത്തെ തടുക്കാൻ ആർക്കും സാധിക്കില്ല. യാദവ സഭയിൽ ശ്രീകൃഷ്ണനപ്പം ഉണ്ടായിരുന്നില്ല എന്നാണ്. എന്നാൽ കൃഷ്ണനോട് ചോദിക്കാൻ തോന്നിയില്ല. ഇങ്ങനെയാണല്ലോ നമ്മൾ വിചാരിക്കും, എങ്കിൽ അത് ശ്രീകൃഷ്ണൻ അറിയാതിരിക്കട്ടെ, എല്ലാം അറിയുന്ന വിജ്ഞാതാർത്ഥോപി ഭഗവാൻ, ഭഗവാൻ ഒന്നും അതിനെക്കുറിച്ച് അറിഞ്ഞതായി നടിച്ചതേയില്ല. അങ്ങനെ ഉഗ്രസേനൻ പറഞ്ഞു, തച്ചൂർണയിത്വാ മുസലം യദുരാജ സ ആഹുക സമുദ്രസലിലേ പ്രാസ്യല്ലോഹം ചാസ്യാവശേഷിതം തദ്മുസലം, ആ ഉലക്കയെ ചൂർണയിത്വ, പൊട്ടിച്ചിട്ട്, ആഹുക, ഉഗ്രസേനൻ എന്നു പേരായ സ യദുരാജ, ആ യദുരാജാവ്, അസ്യ അവശേഷിതം ലോഹം ച, അതിന്റെ ബാക്കി വന്ന ആ ലോഹ കഷ്ണത്തെയും സമുദ്രസലിലെ പ്രാസ്യൽ, സമുദ്രത്തിലെ വെള്ളത്തില് എറിയാനായിട്ട് നിർദ്ദേശിച്ചു, അല്ലെങ്കിൽ എറിയിച്ചു. ഈ ഇരുമ്പൊലയ്ക്ക പൊടി പൊടിയാക്കി, ഇരുമ്പ് പൊടികളാക്കി, രാഗി പൊടിച്ച് സമുദ്രത്തിൽ കലക്കി, ബാക്കി വന്ന ഒരു ചെറിയ കഷ്ണം അത് സമുദ്രത്തിലേക്ക് തന്നെ എറിഞ്ഞു. കശ്ചിൻ മത്സ്യോഗ്രസിൽ ലോഹം ചൂർണാനി തരളൈസ്തഥാ ഉഹ്യമാനാനി വേലായാം ലഗ്നാന്യാസൻ കിലൈരക. കശ്ചിൽ മത്സ്യ, ഒരു മത്സ്യം, ലോഹം അഗ്രസിയിൽ, ഈ ലോഹ കഷ്ണത്തെ വിഴുങ്ങി.
അതിനുശേഷം ചൂർണാനി, രാഗിപ്പൊടിച്ച പൊടികളൊക്കെ തരളൈ ഉഹ്യമാനാനി, തിരമാലകൾ കൊണ്ടുവന്ന് വേലായാം ലഗ്നാനി, കരയിലേക്ക് കയറ്റി ഏരക ആസൻകില, അതൊക്കെ ഏരകപ്പുല്ലുകളായി മാറി എന്ന് പറയുന്നു. ഈശ്വര സങ്കല്പം കൊണ്ട് ഇരുമ്പ് പൊടികളിൽ നിന്ന് പുല്ലുകളുണ്ടായി. ഈശ്വരശക്തിയായ മായയുടെ പ്രവൃത്തിയാണ് ഇത്. അഘടിത ഘടനാപടീയസീ മായ എന്നാണ് പറയുക. അപ്പം അതുകൊണ്ട് ഭഗവാന്റെ മായ കൊണ്ട് ആ ഇരുമ്പ് പൊടികളൊക്കെ ഏരകപ്പുല്ലുകളായി മാറി. ഈ മത്സ്യം, ഈ ഇരുമ്പ് കഷ്ണം വിഴുങ്ങിയ മത്സ്യത്തെ ഉണ്ടല്ലോ, മത്സ്യാഗൃഹീതോ മത്സ്യഘ്നൈർ ജാലേനാന്യൈ സഹാർണവേ തസ്യോദരഗതം ലോഹം സശല്യേ ലുബ്ധഗോകരോൽ. മത്സ്യഘ്നൈ, മത്സ്യത്തെ പിടിക്കുന്ന ആളുകൾ, മുക്കുവന്മാര്, ജാലേന, വല കൊണ്ട്, അർണവേ അന്യൈ സഹ, സമുദ്രത്തിൽ മറ്റ് മത്സ്യങ്ങളോടുകൂടി ആ മത്സ്യത്തെയും പിടിച്ചു. സാ ലുബ്ധക, ആ വേടൻ, തസ്യ, ആ മത്സ്യത്തിന്റെ ഉദരഗതം, വയറ്റിൽ കിട്ടിയ ലോഹത്തെ, ശല്യേ അകരോൽ, ഇത് മത്സ്യത്തെ വിഴുങ്ങി ആ മത്സ്യത്തെ കഴിച്ച മുക്കുവന്മാര്, അല്ലെങ്കിൽ മത്സ്യത്തെ കിട്ടിയ ഒരു വേടൻ, മത്സ്യത്തിന്റെ വയറിൽ നിന്ന് ഇരുമ്പ് കഷ്ണം കിട്ടിയപ്പോൾ നന്നായി എന്ന് വിചാരിച്ച് അത് ബാണത്തിന്റെ അഗ്രഭാഗത്ത് അതിനെ ചേർത്ത് വയ്ക്കുകയും ചെയ്തു. ഭഗവാൻ ജ്ഞാത സർവാർത്ഥ ഈശ്വരോപി തദന്യഥ കർത്തും നൈച്ഛൽ വിപ്രശാപം കാലരൂപ്യന്വമോദത. ജ്ഞാത സർവാർത്ഥ, എല്ലാ കാര്യവും അറിയുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ, ഈശ്വരഹാപി, ഈശ്വരനാണെങ്കിൽ പോലും, കാലരൂപി, സംഹാരസ്വരൂപനായിരിക്കുന്ന ഭഗവാൻ, തദ് വിപ്രശാപം, ആ ബ്രാഹ്മണ ശാപത്തെ, അന്യഥാകർത്തും, മറ്റൊരു തരത്തിലാക്കാൻ ന ഐച്ഛൽ, ഒരിക്കലും ആഗ്രഹിച്ചില്ല എന്നാണ്. ഏത് ബ്രാഹ്മണ ശാപത്തെയും ഇല്ലാതെയാക്കാൻ ബ്രാഹ്മണപ്രിയനായ ഭഗവാന് സാധിക്കാതെയല്ല, ഈശ്വരനാണ് ഭഗവാൻ. പക്ഷേ തൻ്റെ സങ്കല്പം സംഭവിക്കുന്നത് കണ്ട് അതിനെ അനുമോദിച്ചു, സന്തോഷിച്ചു. ഉയർച്ചയും താഴ്ചയും ലോകസ്വഭാവമാണ്. ഓരോ പടിയും കയറുന്ന നേരത്ത് താഴ്ചയേറുന്നതും ഓർമ്മ വേണം എന്നാണ്. അപ്പോ പരിപൂർണമായിട്ടിരിക്കുക എന്നുള്ളത് മനുഷ്യന് അസാധ്യമാണ്. ഉണ്ടായതൊക്കെയും നശിക്കും. ഐശ്വര്യാദികൾ കൊണ്ട് മതിമറക്കാതിരിക്കുകയാണ് വേണ്ടത്. ഇതൊക്കെ കാലം കൊണ്ട് ക്ഷയിക്കുന്നതും ക്ഷീണിക്കുന്നതുമാണ് എന്ന വിചാരം ഉണ്ടാവണമെന്നാണ്. സമൃദ്ധിയിലും നാശത്തിലും ഒരേപോലെ ഇരിക്കാറാവലാണ് മഹാന്മാരുടെ ഗുണം, അല്ലെങ്കിൽ ഉത്തമന്മാരുടെ ധർമ്മം. അഹങ്കാരലേശം പോലും ഉണ്ടാവാൻ പാടില്ല. അഹങ്കാരം മനുഷ്യനെ നശിപ്പിക്കും. കാലഗതി അനുസരിച്ച് നാശം എന്നുള്ളത് ലോക സത്യമാണ്. അഹന്തയും മമതയും, ഞാനെന്നും എൻ്റേതെന്നുമുള്ള ഭാവം, അത് മനുഷ്യന് ഉണ്ട്. അതില്ലാതെയായാൽ മനുഷ്യൻ ഈശ്വരന് തുല്യമാകും. അങ്ങനെയുള്ള ഈശ്വരനാണ് ശ്രീകൃഷ്ണൻ. അന്യായ കർമ്മങ്ങൾ ആചരിക്കുന്ന ആളുകൾക്ക് ഈശ്വര ശിക്ഷ ലഭിക്കുക തന്നെ ചെയ്യും. മഹാത്മാക്കളെ അപഹസിക്കരുത്, നിന്ദിക്കരുത്. അവരെ അപഹസിക്കുന്നത് ഈശ്വരനെ നിന്ദിക്കുന്നതിന് തുല്യമാണ്. അപ്പോ അതിവിനയം, അത്രയും ജ്ഞാനം ഒക്കെയുള്ള അങ്ങയ്ക്ക് പോലും ബ്രാഹ്മണശാപം അവിവേകം കൊണ്ടുണ്ടായില്ലേ? 7ാമത്തെ ദിവസം തക്ഷകന്റെ ദംശനമേറ്റ് മരിക്കുമെന്ന്. എന്നാൽ അങ്ങയെപ്പോലെ ന്യായമായ ധൈര്യം യാദവന്മാർക്കുണ്ടായില്ല. അങ്ങ് ഭഗവത് കഥകൾ കേൾക്കാൻ വന്നിരുന്നപ്പോ ആ ശാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മറ്റു പല വഴികളുമാണ് യാദവന്മാർ നോക്കിയത് എന്നാണ്. അങ്ങനെയുള്ള ആ ഒരു ഓർമ്മപ്പെടുത്തലോട് കൂടിയിട്ടാണ് ഏകാദശ സ്കന്ധത്തിലെ 1ാമത്തെ അധ്യായം, യദുകുല ശാപ നിരൂപണം എന്ന അധ്യായം നമ്മളിവിടെ സമർപ്പിക്കുന്നത്. നാളെ 2ാമത്തെ അധ്യായത്തോടു കൂടി നമുക്ക് ആരംഭിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഭാരതിയൊഴിയുന്നു ഞങ്ങൾ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു
ഞങ്ങൾ ആരതിയുണ്ടാവാ ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷിക വാഹന മോദകഹസ്ത
ശരണം മേ തവ ചരണയുഗം ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാഃ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.